ഏവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിളിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ ബൈബിളിലെ സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ബൈബിൾ വിശ്വസിക്കുന്നവര് പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുവെന്നും 3 ദൈവങ്ങളിൽ വിശ്വസിക്കുന്നുവെന്നൊക്കെ പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്. തൃത്വ വിശ്വാസത്തെ പലരും ചോദ്യം ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ. വിശുദ്ധ ബൈബിളിന്റെ ചരിത്രപരതയെ സംബന്ധിച്ച് ഒരു കാര്യം, ലോകോത്തര വേദികളിൽ ആദ്യമായിട്ട് ഏകേശ്വര പ്രഖ്യാപനം ചെയ്തത് വിശുദ്ധ ബൈബിൾ ആകുന്നു എന്ന വസ്തുതയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ബഹുദൈവ വിശ്വാസം വളർന്ന് വന്ദിലിക്കുകയും വിഗ്രഹ ആരാധനകൾ പ്രബലമാകുകയും രാജാക്കന്മാരെ പൂജിക്കുകയും ചെയ്തു വന്ന കാലഘട്ടത്തിൽ ബൈബിൾ അജഞ്ചലം ഏകേശ്വര വിശ്വാസ പ്രഖ്യാപനം വിളംബരം ചെയ്ത് രംഗപ്രവേശനം ചെയ്യുകയാണ് ഉണ്ടായത്. അന്നത്തെ സാമ്രാട്ടുകളും സാമന്തന്മാരും ബഹുദൈവ വിശ്വാസത്തെ ഊട്ടി വളർത്തുകയും സംരക്ഷണം നൽകുകയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ഇന്നേക്ക് 3600 വർഷങ്ങൾക്ക് മുമ്പ്, വളരെ കൃത്യമായി പറഞ്ഞാൽ BC 1500 ഇസ്രായേലിന്റെ തലക്കനം വന്ന പ്രവാചക ശ്രേഷ്ഠനായിരുന്ന മോശ പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്. അന്നത്തെ ചരിത്രത്തിന്റെ താളുകളെ പരിശോധിച്ചാൽ അറിയാവുന്നത് പോലെ റാ എന്നും ആവണ് എന്നുള്ള പേരിൽ ആരാധിക്കപ്പെട്ട ദേവന്മാരുടെയും മസോറി എന്നറിയപ്പെട്ട പശുദേവതയുടെയും നാട്ടിൽ അതിനെ അംഗീകരിച്ച് ആരാധിച്ച രാജാക്കന്മാരുടെ നാട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പ്രഖ്യാപിച്ചു: അല്ലയോ ഇസ്രായേലെ, കേൾക്ക, നമ്മുടെ ദൈവം ഏകനാകുന്നു. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഷെമാ ഇസ്രായേലി അഡോണായി എലോഹീനു അഡോണായി എഖാദ്. തുടർന്ന് അദ്ദേഹത്തിന്റെ ഈ പ്രഖ്യാപനം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള എല്ലാ ആശയഗതികളെയും ഒരേപോലെ സ്വാധീനിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞ് BC 1370 ഈജിപ്തിൽ ജീവിച്ചിരുന്ന ചക്രവർത്തി അവൽഹോത്ത് 4-മൻ പ്രഖ്യാപിച്ചു: ഈശ്വരൻ ഏകനാകുന്നു. ആ ദൈവത്തെ അദ്ദേഹം വിളിച്ചത് അറ്റോൺ എന്നാണ്. തുടർന്ന് അറ്റോൺ എന്ന പേര് തന്റെ പേരുമായി ചേർത്ത് ഇഗ്നാറ്റോൺ എന്ന് അദ്ദേഹം മാറ്റുകയുണ്ടായി. കുറെ കൂടെ കഴിഞ്ഞ് 7-ാം ശതകത്തിൽ ആവിർഭവിച്ച പേർഷ്യയിലെ സ്വരാഷ്ട്രം ബഹുദൈവ വിശ്വാസം വളർന്ന് വലുതായിരുന്ന ആ പ്രാചീന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു: ഈശ്വരൻ ഏകനാണ്. അഗുരമസ്ത എന്ന അദ്ദേഹം ആ ദേവനെ വിളിച്ചു. അഗരമസ്ത എന്ന ദേവൻ വെളിച്ചമാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വെളിച്ചത്തിന്റെ ദൈവത്തെയാണ് അദ്ദേഹം അംഗീകരിച്ചത്. ഇന്നും ആ ദൈവത്തെ അവർ വെളിച്ചമായി അംഗീകരിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യം മാത്രമാണ്. കാലം പിന്നെയും ഓടിത്തുടങ്ങി. ആളുകൾക്ക് ഭൗതിക തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങി. കുറെ കൂടി കഴിഞ്ഞ ശേഷം ക്രൈസ്തവ യുഗം ആരംഭിക്കുകയുണ്ടായി. ക്രൈസ്തവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ജനകോടികളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം ഏകനാണ്, ദൈവം ഏകനാണെന്ന ക്രൈസ്തവ വിശ്വാസ പ്രഘോഷണം ചെന്നെത്തിയ രാജ്യങ്ങളിലെല്ലാം ബഹുദൈവ വിശ്വാസത്തിൽ നിന്നും ലോകം തെന്നിമാറി തുടങ്ങി. ജനങ്ങൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് മുഖം തിരിക്കുകയായിരുന്നു. എന്നാൽ കുറെ കൂടെ കഴിഞ്ഞപ്പോൾ AD 2-ാം നൂറ്റാണ്ടിൽ മാണിക്കായ മതസ്ഥാപകനായ മാണി ലോകത്തോട് വിളിച്ചു പറഞ്ഞു: ഈശ്വരൻ ഏകനാകുന്നു. കുറെ കൂടെ കാലം പുരോഗമിച്ചപ്പോൾ ഇതാ മറ്റൊരു പ്രഖ്യാപനം മക്കയിൽ നിന്നുകൊണ്ട് ഓരോ ദിവസത്തിനും 1 എന്ന ക്രമത്തിൽ 360 ദേവീദേവന്മാരെ പൂജിച്ചു വന്ന അറബികളുടെ കൂട്ടത്തിൽ ഖുറൈശി ഗോത്രത്തിന്റെ കുലദൈവമായിരുന്ന ഹൂബിൾ എന്ന മുൻകാലത്ത് അറിയപ്പെട്ടതും പിന്നീട് അള്ളാഹു എന്ന് വിശേഷിക്കപ്പെട്ടതുമായ ചന്ദ്രദേവനെ ഒഴികെ 359 ദേവീദേവന്മാർ ദൈവങ്ങളല്ല എന്നും അള്ളാഹു ഏകനാകുന്നു എന്നുമുള്ള മുഹമ്മദ് നബിയുടെ പ്രഖ്യാപനം. ഇത് പറയുവാൻ ഇസ്ലാം പ്രവാചകന് പ്രചോദനം നൽകിയത് പവിത്രവാക്യ സംഹിതയായ വിശുദ്ധ ബൈബിളാണ്. ബൈബിൾ ഇതുപോലെ എവിടെയെല്ലാം എത്തിയോ അവിടെയെല്ലാം ഏകേശ്വര വിശ്വാസം വിളംബരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്ന ആര്യന്മാർ 33 കോടി ദേവീദേവന്മാരായിട്ടാണ് ഇവിടെ താമസം ഉറപ്പിച്ചത്. എങ്കിലും കാലക്രമേണ അവർ പറഞ്ഞു: നാനാ പേരുകൾ അറിയപ്പെടുന്ന ഈശ്വരൻ ഏകനെന്ന്. ലോകം കണ്ട ദാർശനികരിൽ അഗ്രഗണ്യനായിരുന്ന നമ്മുടെ രാജ്യത്തിന്റെ 2-ാമത്തെ രാഷ്ട്രപതി ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ വളരെ കൃത്യമായിട്ട് താൻ എഴുതിയ ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിന്റെ 1-ാം വാല്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത: ഒരു പറ്റം ദേവീദേവന്മാർ സൃഷ്ടിക്കുന്ന അരാജകത്വത്തെക്കാൾ യുക്തവും സരളവുമായിട്ടുള്ള ഏകേശ്വര വിശ്വാസമാണ്. ഈ വിശ്വാസം ആദ്യമായി അംഗീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ച ജനത എബ്രായ ജനതയാണ്, അഥവാ ഇസ്രായേൽ ജനതയാണ്. അതേ ലോകത്തിൽ ആദ്യമായി ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചതും വ്യാപിപ്പിച്ചതും ബൈബിളിന്റെ വിളംബരം കൊണ്ട് മാത്രമാണ്. എവിടെയെല്ലാം വിശുദ്ധ ബൈബിൾ എത്തിയോ അവിടെയെല്ലാം ബഹുദൈവ വിശ്വാസത്തിന് തകർച്ചയുണ്ടായി. എന്നാൽ ബൈബിളിന്റെ ഈ ജൈത്രയാത്ര തടസ്സപ്പെടുത്തുവാൻ ബഹുദൈവ വിശ്വാസികളും നാസ്തികരും ഒരുപോലെ അന്നും ഇന്നും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് സാധ്യമാകുകയില്ലെന്നുള്ള ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവം ഏകനാകുന്നു. ഈ ഏകനായിട്ടുള്ള ദൈവത്തിൽ പിതാപുത്ര പരിശുദ്ധാത്മാവാം വ്യക്തിത്വങ്ങൾ അന്തർലീനമായിരിക്കുന്നെന്നും ഈ ദൈവം മനുഷ്യവർഗത്തെ അവരുടെ പാപത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനിലേക്ക് നിത്യമോക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള ഏക സത്യ ദൈവമാണെന്നുള്ളതും നമ്മളോട് വിളിച്ചോതുന്നു. ഈ സത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ തൊക്കെ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.